എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള മൂന്നാമത്തെ അലോട്ട്മെൻറ്റ്, അതായത് ഈ ഒരു ഫ്രഷ് ആപ്ലിക്കേഷൻ വന്ന ശേഷമുള്ള അലോട്ട്മെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതുതായിട്ട് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ നാളെ വൈകുന്നേരത്തോടെ, അതായത് വൈകുന്നേരം ഏകദേശം ഒരു 5 മണിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ മാൻഡേറ്ററി ഫീസ് അടക്കേണ്ടതാണ്. ജനറൽ കാറ്റഗറിക്ക് 990 രൂപയും SC/ST വിദ്യാർത്ഥികൾക്ക് 925 രൂപയുമാണ് മാൻഡേറ്ററി ഫീസ് വരിക. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു മാൻഡേറ്ററി ഫീസ് അടക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admission.kannuruniversity.ac.in/UGA, അതിനുശേഷം അത് ക്യാപിറ്റൽ, അതിനുശേഷം DM, അത് സ്മോൾ ലെറ്ററിൽ, അതുപോലെ 2024/index.php, അതായത് നിങ്ങൾക്കിപ്പോൾ മുകളിൽ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു അഡ്രസ്സ്, അതായത് ഈ ഒരു പേജിലേക്കാണ് നിങ്ങൾ പോവേണ്ടത്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ വെരിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് നമ്പേഴ്സ് കാണാം. നിങ്ങൾ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ആ ഒരു വെരിഫിക്കേഷൻ കോഡ് അത് ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ അവിടെ എന്താണ് കാണുന്നത് അത് കറക്റ്റായിട്ട് വെരിഫിക്കേഷൻ കോഡായി നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് അവിടെ ലിങ്ക് കാണാൻ സാധിക്കും. ലിങ്കല്ല, ജസ്റ്റ് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏത് കോളേജിൽ എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്നുള്ളത് കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ ഈ ഒരു മാൻഡേറ്ററി ഫീസ് അടക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു മാൻഡേറ്ററി ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 990 രൂപയും SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ 925 രൂപയുമാണ് ഫീസ് വരിക. ആ ഒരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുന്നതാണ്. അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷൻ, അതായത് ഹയർ ഓപ്ഷൻ നിലനിർത്തിയത് കൊണ്ട് തന്നെ മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് നാളെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ആവശ്യമായിട്ടുള്ള ഫീസ് സഹിതം അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ കോൺടാക്റ്റ് ചെയ്യുകയും അതിനുശേഷം കോളേജിൽ അഡ്മിഷൻ ടൈമിൽ എത്ര രൂപയാണ് ഫീസ് അടക്കേണ്ടത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. കാരണം PTA ഫണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.